രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. പാലക്കാടിന് അനന്തമായ ആവശ്യങ്ങളും അനന്തമായ സാധ്യതകളുമുള്ള മണ്ഡലമാണ്. അപ്പോൾ ആ വിഷയത്തിനകത്ത് സംസ്ഥാന സർക്കാരിൻ്റെ വലിയ തോതിലുള്ള ഇടപെടലുകൾ ആവശ്യമാണ്. ആ ആവശ്യങ്ങളുടെയും ഇടപെടലുകളുടെയും ഇടയിലുള്ള പാലമായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഒരു നിയമസഭാ സാമാജിക എന്ന നിലയിൽ മണ്ഡലത്തോടുള്ള പ്രഥമമായ കർത്തവ്യം. അതോടൊപ്പം തന്നെ ഒരു യുവജന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് കേരളത്തിൽ പൊതുവായിട്ടുള്ള യുവജന വിഷയങ്ങൾ, പൊതുവായ വിഷയങ്ങൾ, അത്തരം കാര്യങ്ങളിലെല്ലാം അഡ്രസ്സ് ചെയ്യുക എന്ന് പറയുന്നൊരു ഉത്തരവാദിത്വം കൂടി ഒരു നിയമസഭാ സാമാജിക എന്ന നിലയിൽ ഉണ്ട്. കോൺസ്റ്റിറ്റ്യുവൻസി ഓറിയൻറ്റഡ് ആയിട്ട് കുറേയേറെ കാര്യങ്ങളുണ്ട്. അതാണല്ലോ ഒരു നിയമസഭാ സാമാജികൻ്റെ ലിമിറ്റ് അതാണ്. പക്ഷേ ഇടപെടലുകൾക്ക് നമ്മുടെ നാട്ടിലെ തൊഴിലവസരങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കടക്കം, PSC നിയമനങ്ങളടക്കം, ചെറുപ്പക്കാർ കേരളത്തെ പോലൊരു അഭ്യസ്തവിദ്യരായ ഉന്നത വിദ്യാഭ്യാസം നേടിയ നിരവധി ചെറുപ്പക്കാരുള്ളൊരു നാട്ടിൽ, ആ നാട്ടിലെ ചെറുപ്പക്കാരുടെ തൊഴിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. രണ്ടാമത്തെ ജീവിത സാഹചര്യം, അതടക്കമുള്ള വിഷയങ്ങൾക്കകത്ത് ചെയ്യുവാൻ കഴിയുന്ന എല്ലാ ഇടപെടലുകളും ഉണ്ടാകും. ജീവിതത്തിൽ എപ്പോഴെങ്കിലും വിചാരിച്ച കാര്യങ്ങളല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം കേരള നിയമസഭ പോലെ പ്രഗത്ഭരായിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ ആളുകളെ ചേർത്തിട്ടാണ് പറയുന്നത്. പ്രഗത്ഭരായിട്ടുള്ള നിരവധി ആളുകൾ അംഗങ്ങളായിട്ടുള്ളൊരു സഭയിലേക്ക് താരതമ്യേന വളരെ ജൂനിയറായ പുതുമുഖമായ ഒരാൾ എന്ന നിലയിൽ ഞാൻ കടന്നു വരുമ്പോൾ അതൊരു വലിയ, എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനകരമായ നിമിഷമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എത്രയും മഹാരഥന്മാർ ഇരുന്ന സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള അഭിമാനബോധമുണ്ട്.